വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. എന്താണ്? കുറച്ച് പുസ്തകങ്ങളാണ് സാർ. എന്ത് പുസ്തകം? നിയമപുസ്തകങ്ങളാണ്. നിയമം നീ കയ്യിലെടുക്കണം. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. മരിക്കാൻ പോലും ഞങ്ങൾ റെഡിയാണ് സാർ. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കയറി. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ സംഭവം കണ്ടത്. സാഹിബിന്റെ ഭാഷ വഴങ്ങില്ലെന്നറിയാം, അതുകൊണ്ട് പച്ച മലയാളത്തിൽ പറയാം. അല്ലമ്മച്ചി, അത് ഇക്കാക്ക് മനസ്സിലാവാഞ്ഞിട്ടാ. അതല്ല പറഞ്ഞത്. പിന്നെ ഇത് പോലീസിനെ പിടിച്ച് നിലവയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചാൻ. അങ്ങേര് പണ്ടേ രാജ്യം വിട്ടിട്ടുണ്ടാവും. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർത്തി, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. കുട്ട, ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. നീ തന്തയ്ക്ക് പിറന്നവനല്ല മോനെ, തന്തേരെ തന്തയ്ക്ക് പിറന്നവനാ. നീ അത് തെളിയിച്ചു. അല്ല, അനുഭവിക്കണേ. ചാടി ചത്തട്ടേ ഉള്ളൂ കാര്യം. പുലിയാണ് ഞാൻ, പുലി. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. ഓക്കെ, തനിക്ക് തോക്ക് തരാം, പക്ഷെ ഒരിക്കലും ഉപയോഗിക്കരുത്. എന്തിനാ സാർ, തൂക്കിയിട്ടുണ്ട് നടക്കാനാണോ തോക്ക്? അതല്ല പറഞ്ഞത്. നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം പോലീസിന് മാത്രമാണ്. നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം പോലീസിന് മാത്രമാണ്. നിയമം നീ കയ്യിലെടുക്കണ. നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം പോലീസിന് മാത്രമാണ്. നിയമം നീ കയ്യിലെടുക്കണ. ചാകുന്നതുവരെ നിന്നെ ഞാൻ കൊല്ലും. നിന്നെ ഞാനിന്ന് കൊല്ലുവാ, കുരുത്തം കെട്ടവന്. ഒരു വകതിരിവില്ലാത്ത മലയാളി. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഇരിക്കാനൊന്നും നേരമില്ല മോളെ. നീ ചീറ്റണ്ട, പറ. ഭഗവാനെ രക്ഷിക്കണേ. ഞാൻ പുഴയെ ചാടി ചാവാൻ വന്നതാ. നിർത്തി അവമാനിക്കുവാണെന്ന്. കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. അപമാനിച്ചേ ഞങ്ങി, ഞാൻ പോയിക്കോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.